ഏവർക്കും നോവോ സൊല്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 6ാമത്തെ അധ്യായമായിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്നുള്ള ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ 4 വീഡിയോ ചെയ്തു. ഈ 4 വീഡിയോയിലായിട്ട് നമ്മൾ ഹൈഡ്രോ കാർബണുകളെ കുറിച്ചിട്ടും അതിന്റെ ഘടനയും അതിന്റെ നോമൻക്ലേച്ചറും പ്രധാനമായിട്ടും ആൽക്കീനിന്റെ നോമൻക്ലേച്ചറും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽക്കീനിന്റെയും ആൽക്കൈനിന്റെയും നോമൻക്ലേച്ചർ ആണ്. ആൽക്കീനും ആൽക്കൈനും. ആൽക്കൈനിൻ്റെത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. അപ്പം ആൽക്കീനിന്റെയും ആൽക്കൈനിന്റെയും നോമൻക്ലേച്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആൽക്കീനിന്റെ നോമൻക്ലേച്ചർ നോക്കാം. ആൽക്കീൻ ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബണുകളുടെ ഇടയിൽ ദ്വിബന്ധനമുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ആൽക്കീൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ആൽക്കീനിന്റെ ഘടന വരച്ചിട്ട് കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയിട്ട് എങ്ങനെയാണ് അതിന് പേര് കൊടുക്കുക എന്ന് നോക്കാം. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ. 4 കാർബൺ ഉള്ള ഒരു ആൽക്കീനാണ്. ഇനി നമുക്ക് ഇതിൽ ഹൈഡ്രജൻ ഫിൽ ചെയ്യാം. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഇവിടെ ഫിൽ ചെയ്തു, ഷെയർ ചെയ്തു, 2 ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്തു, ബാക്കി 1 ഇലക്ട്രോൺ ഉണ്ടാവും. അതിന് നമ്മൾ ഹൈഡ്രജൻ ഫിൽ ചെയ്തു. ഇതും അതുപോലെ തന്നെ 2 ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്തു, 1 ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്തു, ബാക്കി 1 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതിന് എങ്ങനെയാണ് പേര് നൽകുന്നത് നോക്കാം. പേര് നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ടത്, നേരത്തെ ആൽക്കൈന് പേര് കൊടുത്ത പോലെ തന്നെ ആദ്യം നമുക്ക് അറിയേണ്ടത് വേർഡ് റൂട്ട് ആണ്. വേർഡ് റൂട്ട്. ഈ വേർഡ് റൂട്ടിന്റെ കൂടെ രണ്ടാമതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ്. പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ഈ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്, പൊസിഷൻ നമ്പർ എപ്പോഴും നേരത്തെ നമ്മൾ ശാഖകളുള്ള ആൽക്കൈന് പേര് കൊടുത്തപ്പോൾ ശാഖയ്ക്ക് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ആൽക്കൈന്റെ കേസിലാണ് ഈ ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്പർ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കും കൊടുക്കാം, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും കൊടുക്കാം. ഏതാ മിനിമം നമ്പർ കിട്ടാൻ നോക്കാം. ഇതിലാണെങ്കിൽ 1 രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്, തിരിച്ചാണെങ്കിലും 2ാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ ഈ കേസിൽ എങ്ങനെ കൊടുത്താലും വിരോധമില്ല. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് സഫിക്സ് ആണ്. മൂന്നാമതായിട്ട് നമുക്ക് സഫിക്സ് വേണം. സഫിക്സ് പറഞ്ഞാൽ ആൽക്കീനിന്റെ സഫിക്സ് നമുക്കറിയാം ENE ആണ് സഫിക്സ്. ആൽക്കീൻ ENE, ആൽക്കൈൻ ANE, ആൽക്കൈൻ YNE, അങ്ങനെയാണ് സഫിക്സ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പേര് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം വേർഡ് റൂട്ട് 1 2 3 4 കാർബൺ ആണ്. 4 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് എന്താ വരിക? ബ്യൂട്ട് ആണ് വരിക. ബ്യൂട്ട്. അടുത്തതായിട്ട് വരുന്നത് എന്താണ്? പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്താണ്? പൊസിഷൻ വരിക 1 രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്, അപ്പം 2 ആണ് പൊസിഷൻ. മൂന്നാമതായിട്ട് സഫിക്സ് വേണം. ആൽക്കീൻ ആണ്. ആൽക്കീനിന്റെ സഫിക്സ് എന്താ വരിക? ENE ആണ് സഫിക്സ് വരിക. ഇത് നമ്മൾ ചേർത്ത് എഴുതിയാൽ എന്ത് കിട്ടും? ബ്യൂട്ട് 2E. ഈ 2 എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും എന്ത് വേണം? ഹൈഫൺ നിർബന്ധമായിട്ട് ഇടണം. ഈ പൊസിഷൻ നമ്പർ എഴുതുന്ന സമയത്ത് ഫ്രണ്ടിലും ബാക്കിലും വേറെ പേരുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ഇടണം? ഈ ഒരു ഹൈഫൺ മറന്നു പോവാതെ ഇടണം. ഹൈഫൺ ഇട്ടിട്ടില്ലെങ്കിൽ പേര് തെറ്റിപ്പോവും. ഇനി അതല്ല 1 ആണ് വരുന്നതെങ്കിൽ ബ്യൂട്ടി എന്ന് നമുക്ക് നേരിട്ട് എഴുതാം. ഇടയിൽ 2ഓ 3ഓ ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താക്കണം? ഹൈഫൺ നിർബന്ധമായിട്ട് ഇടണം. ഇനി വേറൊരു കോമ്പൗണ്ട് നമ്മൾ പേര് എഴുതി നോക്കിയാൽ വേറൊരു കോമ്പൗണ്ട് എഴുതാം. C സിംഗിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട്, C C C. ഇതാണ് 1 2 3 4 5 കാർബൺ ഉള്ള ആൽക്കീൻ ആണ്. ഇതിന്റെ പേര് എങ്ങനെയാ വരിക നോക്കാം. ആദ്യം ഹൈഡ്രജൻ ഫിൽ ചെയ്യാം. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടാവും. ഇവിടെ 3 പോയി, ബാക്കി 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം 1 ഹൈഡ്രജൻ. ഇവിടെയും അതുപോലെ തന്നെ 2 പോയി, 1 ഇവിടെ, 3 പോയി, ബാക്കി 1 ഹൈഡ്രജൻ. ഇവിടെയാണെങ്കിൽ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. ഇനി ഇതിന് പേര് കൊടുത്താൽ 1 2 3 4 5 കാർബൺ ആണ്. അപ്പൊ വേർഡ് റൂട്ട് എന്ത് വരും? പെന്റ് വരും. വേർഡ് റൂട്ട് പെന്റ് വരും. ഇനി ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെ നിന്നാണെങ്കിൽ 1 രണ്ടാമത്തെ കാർബണിലാണ്, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണെങ്കിൽ 1 2 3 മൂന്നാമത്തെ കാർബണിലാണ്. അപ്പൊ മിനിമം നമ്പർ 2 ആണ്. അപ്പൊ 2 ഇട്ടു, -2
ഇ. ഇങ്ങനെയാണ് ആൽക്കീനിന് പേര് കൊടുക്കുക. ഇനി എങ്ങനെയാണ് ആൽക്കൈന് പേര് കൊടുക്കാൻ നോക്കാം. ആൽക്കൈൻ, ഹൈഡ്രോകാർബൺസ് ഹാവിംഗ് ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൻസ്. അല്ലെ, ട്രിപ്പിൾ ബോണ്ടുകളുള്ള ഹൈഡ്രോകാർബണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആൽക്കൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഒരു ആൽക്കൈന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാം. കാർബൺ 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 ട്രിപ്പിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആൽക്കൈന് പേര് കൊടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഹൈഡ്രജൻ ഫിൽ ചെയ്യാം. ഇവിടെ ഒരു ഇലക്ട്രോണെ പങ്കുവച്ചിട്ടുള്ളൂ, ബാക്കി 3 ഇലക്ട്രോൺ ഉണ്ടാവും. അതിന് നമ്മൾ ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ 2 ഇലക്ട്രോൺ പങ്കുവച്ചിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെയും പങ്കുവച്ചിട്ടുണ്ട്, 3 ഇവിടെയും പങ്കുവച്ചിട്ടുണ്ട്, ബാക്കി എന്തുണ്ടാവില്ല, ഇലക്ട്രോൺ ഉണ്ടാവില്ല. ഇതിലും അതുപോലെ തന്നെ 3 ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്, 1 ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്, അതിലും ഉണ്ടാവില്ല. ലാസ്റ്റിലത്തേൽ ഒരു ഇലക്ട്രോണെ പങ്കുവച്ചിട്ടുള്ളൂ, ബാക്കി 3 ഹൈഡ്രജൻ. ഇനി എങ്ങനെയാണ് ഇതിന് പേര് കൊടുക്കുക എന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് എന്നതിന് പകരം ഇവിടെ എന്ത് വരും, ട്രിപ്പിൾ ബോണ്ട് വരും. അപ്പൊ നമുക്ക് പേര് എഴുതുന്നതിന് ആദ്യം വേണ്ടത് വേർഡ് റൂട്ട് ആണ്. അതിന്റെ കൂടെ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട്, പ്ലസ് സാധാരണ പോലെ സഫിക്സ്. നോക്കാം, ഇതിന്റെ വേർഡ് റൂട്ട് എന്താ വരിക, 1 2 3 4 5 കാർബൺ ആണ്. 5 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബണിന്റെ വേർഡ് റൂട്ട് വരുന്നത് എന്താണ്, പെന്റാണ്. പെന്റാണ് 5 കാർബൺ പ്ലസ് പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട്. ഈ ട്രിപ്പിൾ ബോണ്ടിന് നേരത്തെ പറഞ്ഞ പോലെ മിനിമം നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്പർ കൊടുക്കേണ്ടത്. 1 2 മൂന്നാമത്തെ കാർബണില് അല്ലെങ്കിൽ 1 രണ്ടാമത്തെ കാർബണില് 2 ആണ് മിനിമം. അപ്പൊ നമ്മള് 2 കൊടുത്തു. പ്ലസ് സഫിക്സ് ആയിട്ട് എന്ത് ചേർക്കാം, നമുക്ക് അയിൻ ചേർക്കാം, YNE ചേർക്കാം. ഇത് ഒരുമിച്ച് എഴുതിയാൽ പെന്റ് -2 അയിൻ. ഇങ്ങനെയാണ് ആൽക്കൈന് നമ്മൾ പേര് കൊടുക്കുന്നത്. ഈ ബ്രാഞ്ചഡ് ആൽക്കൈനും ബ്രാഞ്ചഡ് ആൽക്കീനും നമുക്ക് പഠിക്കാനില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ പേര് ഓർത്തു വെക്കുക, വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് പ്ലസ് സഫിക്സ് ആണ് ആൽക്കൈന് പേര് കൊടുക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു, പെന്റ് 2E. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രോ കാർബണിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഹൈഡ്രോ കാർബണിനെ നമ്മൾ തുടക്കത്തിൽ ആൽക്കീൻ ആൽക്കീൻ ആൽക്കൈൻ എന്ന് തരംതിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് തരംതിരിച്ചു. ഇത് 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ ഹൈഡ്രോ കാർബണുകളെ 2 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് എന്നും റിംഗ് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്, റിംഗ് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ്. ഈ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ആൽക്കെയിനും ആൽക്കീനും ആൽക്കൈനും ഈ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. ഈ റിംഗ് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ്, മലയാളത്തിൽ ഇതിനെ വലയ സംയുക്തങ്ങൾ എന്ന് പറയും. വലയ സംയുക്തങ്ങൾ അല്ലെങ്കിൽ റിംഗ് സംയുക്തങ്ങൾ എന്നും പറയാം. ഈ വലയ സംയുക്തങ്ങളെ 2 ആയിട്ട് തരംതിരിക്കുന്നു, ആലിസൈക്ലിക്കും ആരോമാറ്റിക്കും. ആലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക്. ഈ ആലിസൈക്ലിക്കിന് എക്സാമ്പിൾ ആണ് സൈക്ലോപ്രോപ്പീൻ, സൈക്ലോബ്യൂട്ടൈൻ, സൈക്ലോപെന്റൈൻ, അതുപോലെ തന്നെ ബെൻസീൻ. പ്രൊപ്പീൻ മാത്രമല്ല പ്രൊപ്പൈൻ വരാം, അതുപോലെ പെന്റൈൻ മാത്രമല്ല പെന്റീൻ വരാം, അതുപോലെ ബ്യൂട്ടൈൻ മാത്രമല്ല ബ്യൂട്ടീൻ വരാം. ഏത് വേണേ വരാം. ആരോമാറ്റിക്കിന് ഒറ്റ എക്സാമ്പിൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, ബെൻസീൻ. ഇനി ഇത് ഓരോന്നിന്റെയും സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എഴുതിയാൽ പ്രൊപ്പീൻ എഴുതി കഴിഞ്ഞാൽ CH3 CH2 CH3. ഇതിന്റെ 2 സൈഡിലും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. 2 സൈഡും ഓപ്പൺ ആണ്. പക്ഷേ റിംഗ് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ടിന് ഒരു എക്സാമ്പിൾ എഴുതി. ഇപ്പൊ സൈക്ലോപ്രോപ്പീൻ അല്ലെങ്കിൽ പ്രൊപ്പൈൻ ഏതായാലും കുഴപ്പമില്ല. സൈക്ലോപ്രോപ്പൈൻ ആദ്യം നോക്കാം. 3 കാർബൺ ആണ് സൈക്ലോപ്രോപ്പൈൻ വരിക. ഇങ്ങനെ സൈക്ലിക് ആയിട്ട് കിടക്കും. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയാൽ ആ സ്ഥലത്ത് തന്നെ അവസാനിക്കും. ഈ കാർബൺ തുടങ്ങി ഇവിടെ തന്നെ അവസാനിച്ചു. ഇങ്ങനെ സൈക്കിൾ ആയിട്ട് റിംഗ് ആയിട്ട് കിടക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിംഗ് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്. അതിനുള്ള എക്സാമ്പിൾ ആലിസൈക്ലിക്. 2 ക്ലാസിഫിക്കേഷൻ, ആലിസൈക്ലിക്, ആരോമാറ്റിക്. ഇതിലുള്ള ഒരു എക്സാമ്പിൾ ആണ് സൈക്ലോപ്രോപ്പൈൻ. പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈൻ ആകുമ്പോൾ ഏകബന്ധനം മാത്രമേ ഉണ്ടാവൂ. സൈക്ലിക് ആയിട്ട് പ്രൊപ്പൈൻ 1 കാർബൺ 2 കാർബൺ 3 കാർബൺ.
ഇവിടെ ഒരു ഇലക്ട്രോൺ പങ്കുവെച്ചു, ഇവിടെ അടുത്ത ഇലക്ട്രോൺ പങ്കുവെച്ചു, ഇവിടെ അടുത്ത ഇലക്ട്രോൺ പങ്കുവെച്ചു. ഇനി ഈ കാർബണിന് എത്ര ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും? ഒന്ന് രണ്ടെണ്ണം ഫിൽ ചെയ്തു, രണ്ടെണ്ണം പങ്കുവെച്ചു, ബാക്കി 2 ഇലക്ട്രോൺ. അതിന് നമ്മൾ എന്ത് ചേർക്കുന്നു? ഹൈഡ്രജൻ ഫിൽ ചെയ്യും. ഇനി ഈ കാർബൺ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ഒരു ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ബാക്കി 2 ഇലക്ട്രോൺ. അതിനും നമ്മൾ എന്ത് ചേർക്കുന്നു? ഹൈഡ്രജൻ ചേർക്കുന്നു. ഇതിനാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ഒരു ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ബാക്കി 2 ഇലക്ട്രോൺ. അതിന് നമ്മൾ ഹൈഡ്രജൻ ചേർക്കുന്നു. ഇതാണ് സൈക്ലോപ്രോപ്പെയിൻ. ANE ആണ്, സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളത്. സൈക്ലോപ്രോപ്പെയിന്റെ സ്ട്രക്ചർ. ഇനി സൈക്ലോപ്രോപ്പീൻ ആണെങ്കിൽ എന്ത് വരും? ഇവിടെ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് വന്നാൽ മതി. നമുക്ക് നോക്കാം. കാർബൺ കാർബൺ കാർബൺ, ഏതെങ്കിലും ഒരു കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വന്നാൽ മതി. ഇപ്പൊ ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് ഇട്ടാൽ ഇതെന്തായി? സൈക്ലോപ്രോപ്പീൻ ആയി. ഇനി ഹൈഡ്രജൻ ഫിൽ ചെയ്യാം. ഈ കാർബണിന്റെ 3 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ഒരു ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ബാക്കി 1 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഒറ്റ ഹൈഡ്രജനെ ഇവിടെ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലും അതുപോലെ തന്നെ 2 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ബാക്കി 1 ഇലക്ട്രോൺ ഉണ്ടാവും അവിടെ. അതിന് നമ്മൾ ഹൈഡ്രജൻ ഫിൽ ചെയ്തു. ഇതിലാണെങ്കിലോ 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതാണ് സൈക്ലോപ്രോപ്പീൻ. ഡബിൾ ബോണ്ട് വന്നപ്പോൾ പ്രൊപ്പീൻ ആയി, സിംഗിൾ ബോണ്ട് ആയപ്പോൾ പ്രൊപ്പെയിൻ ആയിരിക്കും. ഇനി സൈക്ലോബ്യൂട്ടൈൻ ആണെങ്കിൽ 4 കാർബൺ. നമുക്കിപ്പോ ബ്യൂട്ടൈന്റെ സ്ട്രക്ചർ ആണെങ്കിൽ കാർബൺ 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 കാർബൺ, ഇങ്ങനെയാണ് സൈക്ലോബ്യൂട്ടൈന്റെ സ്ട്രക്ചർ. ഹൈഡ്രജൻ കൂടെ ഫിൽ ചെയ്താൽ മതി. 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതിലാണെങ്കിൽ 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ബാക്കി 2 ഇലക്ട്രോൺ. അത് ഹൈഡ്രജൻ ഫിൽ ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ 2 ഇലക്ട്രോൺ ഹൈഡ്രജൻ, ഇതിലും ഹൈഡ്രജൻ. ഇതാണ് സൈക്ലോബ്യൂട്ടൈന്റെ സ്ട്രക്ചർ. ഇനി ഇതിൽ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായി? സൈക്ലോബ്യൂട്ടീൻ ആയി. ഇങ്ങനെയാണ് സൈക്ലോബ്യൂട്ടൈന്റെ സ്ട്രക്ചർ വരിക. ഇനി സൈക്ലോപെന്റൈൻ ഉണ്ട്, 5 കാർബണുള്ള. അത് കഴിഞ്ഞാൽ സൈക്ലോഹെക്സൈന്. നമുക്കിനി നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലോഹെക്സൈന്റെ സ്ട്രക്ചർ ആണ്. പെന്റൈൻ്റെ നിങ്ങൾ വരച്ച് നോക്കുക. 5 കാർബൺ ഉണ്ടെന്നേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു 5 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ടിന്റെ റിംഗ് സൈക്കിൾ നിങ്ങൾ വരച്ചാൽ മതി. നമുക്കിനി 6 കാർബൺ ഉള്ള ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്ലോഹെക്സൈന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ബെൻസീനും. സൈക്ലോഹെക്സൈനും ബെൻസീനുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. സൈക്ലോഹെക്സൈന്റെയും ബെൻസീന്റെയും സ്ട്രക്ചർ തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഇത് രണ്ടിന്റെയും വ്യത്യാസങ്ങൾ, സൈക്ലോഹെക്സൈനും ബെൻസീനും കാഴ്ചയിൽ ഒരേപോലെയാണ്, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദ്യം വരാറുണ്ട്. അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാം സൈക്ലോഹെക്സൈനും ബെൻസീനും എങ്ങനെയാണ് സ്ട്രക്ചർ വരിക എന്നുള്ളത് നോക്കാം. ബെൻസീൻ അല്ലെങ്കിൽ സൈക്ലോഹെക്സൈൻ. ഹെക്സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കാർബൺ വേണം അല്ലെ. അപ്പൊ നമുക്ക് 6 കാർബൺ ഉള്ള സ്ട്രക്ചർ വയ്ക്കാം. 1 2 3 4 5 6 കാർബൺ. ഈ 6 കാർബണിനെ നമ്മൾ ഇങ്ങനെ ഇതാണ് സൈക്ലോഹെക്സൈന്റെ സ്ട്രക്ചർ. ഇതിൽ ഹൈഡ്രജൻ ഫിൽ ചെയ്താൽ മതി. ഫിൽ ചെയ്താൽ എങ്ങനെയാ വരിക? ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ. കാരണം 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്. അതിന്റെ സ്ഥാനത്ത് നമ്മൾ 2 ഹൈഡ്രജൻ വരച്ചു. ഇതിലും അതുപോലെ തന്നെ 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, ബാക്കി 2 ഇലക്ട്രോൺ. അതിന് നമ്മൾ എന്താക്കി? 2 ഹൈഡ്രജൻ വരച്ചു. ഇതിലും അതുപോലെ തന്നെ 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, 1 ഇലക്ട്രോൺ ഇവിടെയും പങ്കുവെച്ചു, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെയും ഇതുപോലെ 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ. ഇതാണ് സൈക്ലോഹെക്സൈന്റെ സ്ട്രക്ചർ. ഇത് കുറച്ചുകൂടെ ഷേപ്പ് ആക്കിയിട്ട് വരയ്ക്കാം. സൈക്ലോഹെക്സൈന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും. ഇനി നമ്മൾ ബെൻസീൻ്റെ വരച്ചാൽ ഇതുപോലെ തന്നെയാണ് ബെൻസീൻ്റെ വരയ്ക്കുക. കാർബൺ കാർബൺ ഒറ്റ വ്യത്യാസമുള്ളൂ. ഇതുപോലെയല്ല, ഇതിൽ ഡബിൾ ബോണ്ട് വരും.
ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ആണ് ബെൻസീനിൽ ഉണ്ടാവുക. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരച്ചാൽ അടുത്തത് ഇവിടെ വരയ്ക്കാൻ പാടുള്ളൂ, ഇവിടെ ഡബിൾ ബോണ്ട് വരച്ചാൽ അടുത്തത് ഇവിടെ വരയ്ക്കാൻ പാടുള്ളൂ. ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ടാവും എന്തിൽ? ബെൻസീൽ. അത് ഓർത്ത് വെക്കുക, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരച്ചു, അടുത്ത ഡബിൾ ബോണ്ട് എവിടെ വരും? ഇവിടെ വരും. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരില്ല, പിന്നെ ഇവിടെ വരും. ഇതാണ് ബെൻസീൻ. ഇനി നമുക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ഇവിടെ 3 ഇലക്ട്രോൺ, 2 ഇവിടെ 1 ഇവിടെ, 3 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, ബാക്കി ഒരു ഹൈഡ്രജൻ. ഇവിടെയാണെങ്കിലും ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ. ഇതാണ് ബെൻസീന്റെയും സൈക്ലോഹെക്സൈന്റെയും സ്ട്രക്ചർ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ സൈക്ലോഹെക്സൈൻ ആവുന്ന സമയത്ത് വേറെ 2 വ്യത്യാസങ്ങളുള്ളത്. ഈ സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, കാരണം ഇതിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഏകബന്ധനം മാത്രമേ ഉള്ളൂ. ബെൻസീൻ ആണെങ്കിലോ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്, അതൊരു വ്യത്യാസമാണ്. പിന്നെ ഇതെന്താണ്? ആലിസൈക്ലിക് ആണ്, ഇത് ആരോമാറ്റിക് ആണ്. ഇതിൽ ഓൺലി സിംഗിൾ ബോണ്ട്സ് ആർ പ്രസന്റ്, ഇവിടെയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്സ് ആർ പ്രസന്റ്. ഇത്രയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓർത്തു വെക്കുക. ഒന്നുകൂടെ പറയാം, സൈക്ലോഹെക്സൈനും ബെൻസീനും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞാൽ ഇത് ആലിസൈക്ലിക് കോമ്പൗണ്ട് ആണ്, ഇത് ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഫസ്റ്റ് വ്യത്യാസം. രണ്ടാമത്തത്, ഇതിൽ ഓൺലി സിംഗിൾ ബോണ്ട്സ് ആർ പ്രസൻസ്, ഇതിലെ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്സ് ആർ പ്രസൻസ്. ഇനി അടുത്തൊരു ഡിഫറൻസ് എഴുതാൻ പറഞ്ഞാൽ ഇതെന്താണ്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, ഇത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. ഇതിൽ സിംഗിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് സാച്ചുറേറ്റഡ്, ഇതിൽ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് അൺസാച്ചുറേറ്റഡ്. ഇത്രയാണ് സൈക്ലോഹെക്സൈന്റെയും ബെൻസീന്റെയും വ്യത്യാസങ്ങൾ. ഇത് മിക്കവാറും എക്സാമുകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ബെൻസീൻ, അല്ലെങ്കിൽ സൈക്ലോഹെക്സൈൻ. 3 ഡിഫറൻസും പഠിച്ചു വെക്കുക. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇനി ഇതിലുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പും അതുപോലെ തന്നെ ഐസോമേഴ്സും മാത്രമേ ബാക്കിയുള്ളൂ. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.